എന്റെ പൊന്നമ്മേ, അമ്മ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്താ ഇവിടെ വല്ല ക്യാഷ് അടിക്കുന്ന മെഷീൻ വല്ലതും ആണോ? ഇതിന് മാത്രം ചൂടാവാൻ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? നിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് ലേശം മോശമായി പോയി. അപ്പം അവരുടെ ഒരു മോശ അവസ്ഥയില് സഹായിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയല്ലേ? നമ്മളല്ലാതെ വേറെ ആരാ അവൾക്കുള്ളത്? അതിന് ഞാൻ അവളുടെ കല്യാണത്തിന് വാങ്ങിക്കൊടുത്ത സ്വർണം തന്നെ വിറ്റാ കിട്ടുമല്ലോ കടം വീട്ടാനുള്ള ക്യാഷ്. ചേച്ചി, അതൊക്കെ പണ്ടേ ജേഡന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം ദേ ഇട്ടിരിക്കുന്ന ഈ മാല മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര രൂപയൊന്നും എടുക്കാനില്ല റിൻസി. നിനക്ക് കാശ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ? നീ ഇത്ര നാളും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ഇച്ചിരി രൂപ പോലും നിന്റെ കയ്യിൽ സേവിങ്സ് ഇല്ലേ? സേവിങ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? അമ്മേ, കിട്ടുന്ന കാശ് മൊത്തം മാസം മാസം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ അയച്ചു തന്നോണ്ടിരുന്നേ. അമ്മ അതൊക്കെ മറന്നോ? ഓ, വലിയ കാര്യമായി പോയി. നീയേ പഠിച്ച കള്ളിയാ. സ്വന്തം അനിയത്തിയോടും അമ്മയോടും സ്നേഹമില്ലാത്തവള്. ഈ വീടിന് ഒരു ഉപകാരം ഇല്ലാത്ത നീയേ ഇനിയിപ്പൊ ഈ വീട്ടിൽ നിക്കണ്ട. ഈ വീടും പറമ്പ് എന്റെ പേരിലാ. ഞാനത് റിൻസിമോളുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുവമ്മേ. ഞാൻ എന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണിത്. അമ്മ എന്ത് നിസ്സാരമായി പറഞ്ഞു എന്നോട് ഇറങ്ങിപ്പൊക്കോളാൻ. ഓ, വലിയ കഷ്ടപ്പാട് തന്നെ. നീ പോണെങ്കിൽ പൊക്കോ, എന്റെ റിൻസിമോള് നോക്കിക്കോളും. അല്ല മോളെ? പിന്നല്ലാതെ. എല്ലാത്തിനും നന്ദിയുണ്ടമ്മേ. അമ്മയ്ക്കിപ്പം അമ്മയുടെ ഇളയ മോള് മാത്രം മതിയല്ലോ. അവളുടെ സ്നേഹം മാത്രം അമ്മയ്ക്ക് മതിയല്ലോ. സന്തോഷമായി. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ലമ്മേ.